ദേശീയ നഗര ഉപജീവന ദൌത്യവും അമൃത് മിഷനും സംയോജിപ്പിച്ചുകൊണ്ടുള്ള അമൃത് മിത്ര പദ്ധതികൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ദേശീയ നഗര ഉപജീവന ദൗത്യം അമൃത് മിഷനുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയായ അമൃതമിത്രയിലൂടെ നഗരസഭയിലെ വിവിധ പാർക്കുകൾ, കുളങ്ങൾ എന്നിവയുടെ പരിപാലനം, ഗുണനിലവാര പരിശോധന, വാട്ടർ മീറ്റർ റീഡിംഗ്, വസ്തു നികുതി പിടിക്കൽ തുടങ്ങിയവയാണ് സാധ്യമാകുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. നമുക്കറിയാം, കേരളത്തെ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നതാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെയും മനോഹരമാക്കണം. നമ്മുടെ കേരളത്തെ ഭാവിച്ചുകൊണ്ട് മനോഹരമായ മൂവാറ്റുപുഴയാറുണ്ട്. അതിന്റെ തീരത്താണ്, നിങ്ങൾക്കറിയാം എത്ര നീളത്തിലാണ് ആറ്റുതീരം പാർക്ക്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം പന വളരേണ്ടതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ ഇപ്പൊ പന കുഴിച്ചിട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ആ ഗ്യാപ്പിലും അല്ല അവിടെ പന വളരേണ്ടത്. അപ്പൊ ഒരു വലിയ മരം വളരണമെങ്കിൽ അതിനുള്ള മണ്ണും അതിനുള്ള സാഹചര്യങ്ങളും വേണം. നിങ്ങൾക്കറിയാം ഇപ്പൊ അത് അങ്ങനെയല്ല. മാത്രമല്ല, ഇലക്ട്രിക് ലൈനിന്റെ 11 kV ലൈനിന്റെ താഴെ പന നിൽക്കുന്നത് കൊണ്ട് KCB ഉദ്യോഗസ്ഥർ തന്നെ അത് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് പനകൾ നമ്മളവിടെ അവര് മുറിച്ചു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ കുഴിയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ കുഴിയിൽ നിന്നും ആ മണ്ണൊക്കെ മാറ്റി മനോഹരമായ ചെടികൾ നമുക്ക് കടലാസ് റോസ് പോലെയുള്ള കോരണത്തിൽ അവിടെ കുഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ വരുമ്പോ. ഡെപ്യൂട്ടി ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ചു. നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഉപജീവനം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇന്നിയെല്ലാം നാഷണൽ അർബൻ മിഷൻ എന്ന ആ പദ്ധതി ഇന്നിയെല്ലാം നമ്മുടെ നഗരസഭയിൽ അതിൻ്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇന്നിയെല്ലാം വലിയ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള നിരവധി പേർ നമ്മുടെ നഗരസഭ പരിധിയിൽ ഇന്ന് അവരുടെ തൊഴിൽ പ്രവർത്തനം നടത്തുന്നു. ഇവിടെ ജനിയലവും അതുപോലെ അമൃത് മിഷനും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ചില തൊഴിൽ സംരംഭങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ളതാണെങ്കിൽ പോലും ആരംഭിക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ പരിസരങ്ങളും പാർക്കുകളുമെല്ലാം പരിപാലിക്കുക എന്നതാണ്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, കൗൺസിലർമാരായ ഏലിയമ്മ ഫിലിപ്പ്, ഗിരീഷ് കുമാർ P, CDS ചെയർപേഴ്സൺ സൂസൻ എബ്രഹാം, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ എക്സ്പെർട്ട് കണ്ണൻ S, NULM സിറ്റി മിഷൻ മാനേജർ നമിത KS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബശ്രീ മുഖേനയും NULM മുഖേനയും അതിന്റെ പരിപാലനത്തിനായിട്ടുള്ള ജീവനക്കാരികളെ എടുക്കുന്നതിന് വേണ്ടി അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ NULM-ന്റെയും കുടുംബശ്രീയുടെയും അമൃതയുടെയും പദ്ധതി നടപ്പിലാക്കുന്നത്. അമൃത് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള വിതരണവും കുടിവെള്ളത്തിന് പൈപ്പിടൽ മാത്രമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല. അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് കൂടിയുള്ള ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.